സമയത്ത് മഴയത്തൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഈ റെയിൻ സീസണിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും സ്വിഗ്ഗി തന്നെയാണ് കൂടുതൽ ഏണിങ്സ് കിട്ടിയത് കാണുന്നത്. കാരണം റെയിൻ സർച്ച് നോക്കുന്ന സമയത്ത് സൊമാറ്റോയിൽ വരുന്നത് 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ 10 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 15 രൂപ 20 രൂപയ്ക്കാണ് അവർക്ക് മാക്സിമം റെയിൻ സർച്ച് വന്നിട്ടുള്ളത്. പക്ഷേ അതേസമയം സ്വിഗ്ഗിയിൽ വരുന്ന സമയത്ത് നമുക്ക് മിനിമം 20 രൂപ ഇടുന്നുണ്ട്, 20 മുതൽ 35 രൂപ വരെ അങ്ങനെയാണ് കണക്ക് വരുന്നത്. ആ ഒരു രീതിയിലാണ് നമുക്ക് സ്വിഗ്ഗിയിൽ എന്ത് വരുന്നത്, റെയിൻ സർച്ചും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് കിലോമീറ്റർ കൂടുമ്പോൾ, അതായത് നമുക്ക് ഒരുപാട് വലിയൊരു ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ 35 രൂപയൊക്കെ നമുക്ക് സർച്ച് എമൗണ്ട് കിട്ടും. അതേപോലെ നമ്മൾ ചെറിയൊരു ഓർഡറിന് മുകളിലാണ് റെയിൻ ചാർജ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ എന്തോ പണി ഇറക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്തേക്കാണോ ഓർഡർ കൊണ്ടുവന്നതുണ്ടെങ്കിൽ നമുക്ക് 20 രൂപയാണ് ചാർജ് കിട്ടുക. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 20 രൂപയും ഏറ്റവും കൂടുതൽ 25 രൂപയും 35 രൂപ, ചിലപ്പോൾ 45 ആവാറുണ്ടോ. അങ്ങനെ 45 സ്ക്രീൻഷോട്ട് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റെയിൻ ചാർജ് മഴയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഫാർ 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 ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വിഗ്ഗി തന്നെയാണ്, റെയിൻ ചാർജും കൂടുതലുള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ അതേ സമയത്ത് നമ്മൾ റെയിൻ ചാർജ് ഉള്ള ടൈമിൽ തന്നെ നമുക്ക് കൂടുതൽ ലോങ് ഓർഡർ കിട്ടാനുള്ള ചാൻസും സ്വിഗ്ഗിയിൽ കേട്ടോ. സ്വിഗ്ഗിയിൽ ലോങ് ഓർഡർ കിട്ടാനും ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് തന്നെ